സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ വിജയം, മിഖാൽ സാരയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ മാച്ചിൽ 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഒരു സന്തോഷത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മൾ ഏതോ കാലത്തിട്ട കുറച്ച് ഷോർട്സിന് FSDL 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ നഷ്ടമാവും. സോ അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഈ ചാനലിലെ കുറച്ച് ISL കണ്ടന്റ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബാക്കപ്പ് ചാനലിൽ ഒരു റീപോസ്റ്റിംഗ് എന്ന രീതിയിൽ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാത്തതാണ്. ആ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിടാറാണ് പതിവ്. പക്ഷേ ഇവിടെ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും മാക്സിമം ആ ഒരു ബാക്കപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. സോ ഈ ചാനൽ എങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ബാക്കി തുടർന്ന് വീഡിയോസ് ചെയ്യുന്നത് ആ ചാനലിലായിരിക്കും. പോരാതെ നമ്മൾ ഈ സീസണിലെ തന്നെ ISL കണ്ടന്റ് ഉപയോഗിക്കുന്ന വീഡിയോസ് നമ്മൾ ആ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവരും ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. സോ നമുക്കിനി മാച്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ. ഹേസൂസ് ഹിമെനസ് ആ ഒരു സ്ട്രൈക്കിംഗ് പോസ്റ്റിൽ വന്നു. നവോച്ച സിംഗ് ലെഫ്റ്റ് ബാക്ക് പോസ്റ്റിൽ വന്നു. ദാനിഷ് ഫാറൂഖ്, ഫ്രെഡിക്ക് പകരം ദാനിഷ് ഫാറൂഖും വിപിൻ മോഹനും ആ ഒരു മധ്യനിരയിലേക്ക് വന്നു. സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4-3-3 ഒരു തിരിച്ചുവരവായിട്ട് ഡിഫൻസീവ്ലി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ പന്തില്ലാത്ത സമയത്ത് ഒരു 4-4-2 രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് ഷേപ്പ് വെച്ചിരുന്നത്. ഫ്രണ്ടിൽ ലോൺലി സ്ട്രൈക്കറായിട്ട് ഹേസൂസ് ഹിമെനസിനൊപ്പം ദാനിഷ് ഫാറൂഖാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു പോസ്റ്റിൽ കളിക്കേണ്ട പ്ലെയർ സ്റ്റാറുടെ ടാക്ടിക്സിൽ അത് ലൂണയാണ്. അത് മാച്ചിൽ ഉടനീളം നമുക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ 1 ടച്ച് പാസുകൾ കളിക്കുമ്പോഴും അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുന്ന സിറ്റുവേഷനിലേക്ക് ദാനിഷ് ഫാറൂഖിന് കിട്ടേണ്ട പന്ത് അവിടെ അതിന് പകരം ലൂണയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടാക്കാൻ പാകത്തിന് അറ്റാക്കിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് മാറുന്നുണ്ടായിരുന്നു. ലെഫ്റ്റിൽ നോവ വന്നു, റൈറ്റിൽ രാഹുൽ വന്നു. ശരിക്കും അറ്റാക്കിലേക്ക് പോകുമ്പോൾ നമ്മളൊരു 4-2-3-1 അല്ലെങ്കിൽ 4-2-1-3 ടൈപ്പ് ഓഫ് ഫോർമേഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറുന്നുണ്ട്. പക്ഷേ 4-4-2 ഫോർമേഷനേക്കാൾ ഇവിടെ വിങ്ങേഴ്സിന്, പ്രത്യേകിച്ചും നോവയാണെങ്കിലും രാഹുലിനാണെങ്കിലും കുറച്ചുകൂടി ഒഫൻസീവ് ഡ്യൂട്ടീസും ഒഫൻസീവിൽ ബോക്സിനകത്തേക്ക് കയറാനും അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഡ്യൂട്ടീസ് സ്റ്റാറുടെ വിങ്ങേഴ്സിന് കൊടുക്കുന്നുണ്ട്. സോ അത് ഈ ഒരു മാച്ചിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ ഒരു റിയൽ സ്ട്രാറ്റജി ടാക്ടിക്സ് അത് ഈ ഒരു മാച്ചിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് മാച്ചിൽ ഈ 4-4-2 യൂസ് ചെയ്തത് അത്ര നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഹോൾഡ്, പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ടാർഗറ്റ് ഷോട്ട്സ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ആ കൺവേർട്ട് ചെയ്ത അല്ലെങ്കിൽ അറ്റാക്കിലേക്ക് ആ ഒരു ഷോട്ടിൽ അത് അവസാനിപ്പിച്ചത് കുറവാണ്. ഹാഫ് അവസാനിക്കുമ്പോഴും 2 ഷോട്ട് മാത്രമേ ഉള്ളൂ. ഓൺ ടാർഗറ്റിലേക്ക് ഒരൊറ്റ ഷോട്ട് പോലും ഇല്ല. അതൊരു വീക്ക്നെസ് ആയിട്ട് പറയാമെങ്കിലും ഫസ്റ്റ് മാച്ചിനേക്കാൾ കുറച്ചുകൂടി ഹോൾഡ്, പ്രത്യേകിച്ച് മധ്യനിരയിൽ നിന്ന് അറ്റാക്കിംഗ് സപ്ലൈസ്, നമുക്ക് ഫ്രണ്ടിലേക്ക് പന്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടുതലായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു കാര്യം നമ്മൾ ആദ്യത്തെ മാച്ചിൽ, പ്രത്യേകിച്ചും ആ മാച്ചിലെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അധികം കാണാതിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഹോൾഡ് അല്ലെങ്കിൽ കുറച്ച് ബെറ്റർ, പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 80% പാസിംഗ് ആക്യുറസി താരതമ്യേന ഇല്ലെന്നല്ല, എന്നാലും താരതമ്യേന കഴിഞ്ഞ മാച്ചിൽ നിന്നും മിസ് പാസുകൾ ഈ ഒരു മാച്ചിൽ ടോട്ടലി ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ചും ക്രോസുകളുടെ രൂപത്തിൽ 9 ക്രോസുകൾ ബ്ലാസ്റ്റേഴ്സിന് ബോക്സിനകത്തേക്ക് വന്നു. അതും ആ കൺവേർട്ട് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ക്രോസുകളുടെ എണ്ണം അത് വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഒരു അറ്റാക്കിംഗ് പാറ്റേൺ എന്ന രീതിയിൽ അത് മുന്നിലേക്ക് പന്തുകൾ എത്തുന്നുണ്ട്. ആ പന്തുകൾ ബോക്സിനകത്തേക്ക് ഒരു ബോളായിട്ട് വരുന്നുണ്ട്. അവിടെ വരുന്ന ടച്ച്, അവിടെ വരുന്ന കൺവേർഷനാണ് പിന്നെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ച് മൊത്തത്തിൽ കഴിഞ്ഞ മാച്ചിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഹോൾഡിംഗ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത് പോലെ, അതിന് ഈ ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ കാണാൻ സാധിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും വിങ്ങിൽ നിന്നുള്ള ഒരു മുന്നേറ്റത്തിൽ നോവ സദോ, ആ ലെഫ്റ്റ് വിങ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നോവ സദോ തന്നെയാണ് ഫസ്റ്റ് ഗോൾ, ആ സമനില ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റിൽ നോവ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചൊരു കാര്യം, ഒട്ടുമിക്ക സമയത്തും അതിനൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവിടെ അതിനൊരു 1-to-1 കളിക്കാനോ അല്ലെങ്കിൽ അതിന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ലെഫ്റ്റിൽ ഈ ഒരു മാച്ചിൽ മെജോറിറ്റി ടൈമിൽ വന്നിരുന്നു. ആ 9ാമത്തെ മിനിറ്റിൽ ആ ഒരു 1 ടച്ച് പാസ് ഉണ്ടായിരുന്നു. അത് ഇതുവരെ ഇപ്പോൾ ഈ 2 മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ ആ 1 ടച്ച് മൂവ്മെന്റ്, നവോച്ച സിംഗ്, ഹേസൂസ് ഹിമെനസ്, നോവ സദോ, ദാനിഷ് ഫാറൂഖ്, അവസാനം നമ്മുടെ ഹേസൂസിന്റെ തന്നെ കർവിംഗ് ഷോട്ടിൽ പോസ്റ്റിലടിച്ച് മടങ്ങിയ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഈ ഒരു മാച്ചിൽ നോവയിൽ നിന്ന് അല്ലെങ്കിൽ നോവ കളിക്കുന്ന ആ ഒരു സൈഡിലൂടെ വരേണ്ടത് വളരെയധികം അത്യാവശ്യമായിരുന്നു. പക്ഷെ അത് അധികം വന്നിരുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ പന്തുകൾ ആ സൈഡിൽ എത്തിയെങ്കിലും പലപ്പോഴും നോവ ഒറ്റക്കായി പോകുന്നത് പോലെ, അല്ലെങ്കിൽ നോവ അവിടെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടാൻ നോക്കും, പിന്നെ ബാക്കിലേക്ക് റിവേഴ്സ് വരും. അങ്ങനെ ഒരു ആവശ്യമായിരുന്ന ഒരു സപ്പോർട്ടോ 1 ടച്ച് കളിച്ച് മുന്നോട്ട് പോകാനോ ആ ഒരു സംഭവം ലെഫ്റ്റ് ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കറായിട്ടോ അധിക സമയം നോവയ്ക്ക് കിട്ടാത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ സമനില ഗോൾ കണ്ടെത്താൻ നോവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ അവിടെ
നമുക്ക് ആ സൈഡിൽ ഈ പറഞ്ഞ പോലെ ലൂണ തിരിച്ചു വരാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഹേസൂസ് ഹിമെനസ് ആ ഒരു നോവ സദോ അവരുടെ ഒരു കോമ്പിനേഷൻ ക്ലിക്കായത് ഒരു മൂവിൽ നമ്മൾ കണ്ടു. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട് ലൂണ കൂടി അതിൽ ഇൻവോൾവ് ആകുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ കുറച്ചുകൂടി എഫക്റ്റീവായി വർക്ക് ആവാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൊയ്ഫ് ഈ ഒരു മാച്ചിൽ പെർഫോം ചെയ്ത രീതിയാണ്. അദ്ദേഹം ആ പോർഷൻ കൈകാര്യം ചെയ്ത രീതി വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ ഫ്രെഡ് കഴിഞ്ഞ മാച്ചിൽ കളിച്ച ഒരു പോർഷനിലാണ് ഈ മാച്ചിൽ കൊയ്ഫ് കളിച്ചത്. അവിടെ നിന്ന് അതിൻ്റെ ഇൻ്റർസെപ്ഷൻസ്, റിക്കവറീസ്, അതെല്ലാം അദ്ദേഹത്തിന് ആ പോർഷൻ സ്ഥിരമായിട്ട് കൊടുക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കൊയ്ഫ് അവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ലൂണയുടെ പോർഷൻ എവിടെയായിരിക്കും? ലൂണ വരുമ്പോൾ ആരെ മാറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സോ കൊയ്ഫ് ആ ഒരു പോർഷൻ കഴിഞ്ഞ മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് ഈ ഒരു മാച്ചിൽ ഹാൻഡിൽ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിക്കവറീസ് ആണെങ്കിലും ചില പാസുകളാണെങ്കിലും ചില ഹോൾഡിങ്, മുന്നോട്ടേക്ക് പന്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും ചില സിറ്റുവേഷൻ നമ്മൾ റൈറ്റ് വിങ്ങിലേക്കൊക്കെ പോയിട്ട് ക്രോസ് കൊടുക്കുന്ന സിറ്റുവേഷനിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊയ്ഫ് നല്ല രീതിയിലാണ് ആ മധ്യനിര ഹോൾഡ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് എഫക്റ്റീവായിട്ട് ആ ഒരു അറ്റാക്കിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും ഹോൾഡിങ്ങിലാണെങ്കിലും നമുക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മാച്ചിൽ ഏറ്റവും അധികം എടുത്തു പറയാൻ തോന്നുന്ന ഒരു പോസിറ്റീവ് പെർഫോമൻസ് അത് പ്രീതം കോട്ടാലിൻ്റെതാണ്. കാരണം ഈ ഒരു മാച്ചിൽ പ്രീതം കോട്ടാലിനെയാണ് നമ്മൾ ഇത്ര നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ആ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ അതിന് എവിടേക്കോ എന്തൊക്കെയോ തകരാറുകൾ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ഗോൾ സേവിങ് അല്ലെങ്കിൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നേറ്റങ്ങൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഒഴിവാക്കാൻ പ്രീതം കോട്ടാലിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്നും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ലോങ് ബോളിൻ്റെ ആക്യുറസിയാണ്. കറക്റ്റ് ആളിലേക്ക് റീച്ച് ചെയ്യുന്ന ഹൈ ബോൾസ് കാണുന്നത് വളരെ കുറവാണ്. അത് ഈ മാച്ചിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചില റിക്കവറീസ്, ചില ഇന്റർസെപ്ഷൻസ്, ചില ആക്രോബാറ്റിക് ക്ലിയറൻസസ്, ചില അഡ്വാൻസ്ഡ് വന്നിട്ടുള്ള റിക്കവറീസ്, റിക്കവർ ചെയ്യുന്ന പന്ത് നേരെ മുന്നേറ്റ നിരയിലേക്ക് എത്തുന്നു. ആ ഏരിയാസിലെല്ലാം പ്രീതം കോട്ടാൽ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത്. ആൻഡ് ഇതാണ് ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു സെൻട്രൽ ബാക്കിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ്. സോ പ്രീതം കോട്ടാലിൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് ഈ ഒരു മാച്ച് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മിലോസ് ബ്രിൻസിച്ചും ഒരുപാട് വീക്ക്നെസ്സുകൾ അവിടെ ഇവിടെ ആയിട്ട് ഉള്ളൊരു സെൻട്രൽ ബാക്ക് ആണെങ്കിലും അതിനെ വ്യത്യസ്തനാക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രാ എലമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് ചില സന്ദേശം ഇങ്ങനെ വൈബൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. ആ പന്തിലേക്ക് അങ്ങോട്ട് വീണിട്ടുള്ള ഡിഫെൻഡിങ്ങും അത്രയധികം ആ ഒരു എനർജി അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില ഡിഫൻസീവ് മൂവ്മെന്റ്സ് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും പല സിറ്റുവേഷനിലും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള ഡിഫൻസീവ് മൂവ്മെന്റ്സ് മിലോസിൽ നിന്നും ഈ ഒരു മാച്ചിൽ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് സച്ചിൻ സുരേഷിൻ്റെതും. ചില സമയത്ത് കൈവിട്ട് പോയി എന്ന് തോന്നിയ സിറ്റുവേഷൻസിലെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ സിറ്റുവേഷൻസ് മാനേജ് ചെയ്തത്. ആൻഡ് ഒരു ഗോൾ വഴങ്ങാതിരിക്കാൻ അതിൻ്റെ ചില സമയത്തുള്ള ആ മനസാന്നിധ്യം അല്ലെങ്കിൽ ആ സമയത്തുള്ള സേവുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നവോജ സിംഗ് ആണ് ഈ ഒരു മാച്ചിൽ റീപ്ലേസ് ആയിട്ട് വന്ന ലെഫ്റ്റ് ബാക്ക്. ആ അറ്റാക്കിൻ്റെ കേസിലാണ് എനിക്കൊരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഡിഫൻസീവ്ലി അതിൻ്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം തന്നിട്ടുണ്ട്. സന്ദീപ് സിംഗും ഡിഫൻസീവ്ലി മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എവിടേക്കോ നമുക്ക് ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് അത് കഴിഞ്ഞ മാച്ചിലും ഉണ്ടായിരുന്നു. ഈ മാച്ചിലും ഒരു തവണ അദ്ദേഹത്തിൽ ആ മിസ്റ്റേക്ക് വന്നു. പക്ഷെ അതെന്തൊക്കെയോ കാരണം കൊണ്ട് അത് റിക്കവർ ആക്കാൻ പറ്റി. പക്ഷെ രണ്ടാമത്തെ തവണ അത് വന്നപ്പോൾ ഒരു ഗോളിലാണ് അത് അവസാനിച്ചത്. സോ സന്ദീപ് സിംഗ് ഒന്നുകൂടി ഒന്ന് സ്റ്റേബിൾ ആവേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉറപ്പായിട്ട് അവിടെ കളിക്കേണ്ട, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം കാണുന്നുണ്ട്. പകരക്കാരനെ വന്ന ഈവൻ ദോഹലിംഗ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പൊസിഷൻ കൈകാര്യം ചെയ്തതുപോലെ ഫീൽ ചെയ്തു. മധ്യനിരയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കൊയ്ഫിന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയാനുള്ളത്. വിപിൻ മോഹനൻ കഴിഞ്ഞ മാച്ചിൽ കിട്ടിയ ആ ഒരു ഫീലിംഗിലേക്ക് വന്നില്ലെങ്കിലും അദ്ദേഹവും ഹോൾഡിങ്ങിലാണെങ്കിലും പന്ത് ക്യാരി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കോൺഫിഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹവും പെർഫോം ചെയ്തു. പക്ഷേ ദാനിഷ് ഫാറൂഖിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഫിസിക്കലിയും അതുപോലെ തന്നെ ആ റിക്കവറീസിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം വരുന്നുണ്ടായിരുന്നെങ്കിലും ശരിക്കും ആ പൊസിഷനിൽ വരേണ്ട ആൾ ലൂണയാണെന്ന് എനിക്ക് തോന്നിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില അറ്റാക്കിംഗ് സൈഡിലുള്ള ചില ടച്ചുകൾ, ചില പാസുകൾ, അവിടെയൊക്കെ നമുക്ക് ആ ഒരു ലൂണ എലമെന്റ് അത് നമുക്ക് ദാനിഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. പക്ഷേ അത് കുറച്ച് മിസ്സായത് തോന്നിക്കഴിഞ്ഞാൽ ദാനിഷ് ഫാറൂഖും ഡിഫൻസീവ്ലി അല്ലെങ്കിൽ ഈ ഇറങ്ങി നിന്നിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. രാഹുൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ എവിടേക്കോ സെറ്റായി വരുന്നത് പോലൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി നല്ലൊരു ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. ഒരു നല്ല സിറ്റുവേഷൻ ഈ ഒരു മാച്ചിലും അദ്ദേഹം മിസ് ചെയ്തു. പക്ഷേ സോ ഇനിയും വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹേസൂസ് ഹിമെനസിനാണെങ്കിൽ കഴിഞ്ഞ മാച്ചിലേതുപോലെ അറ്റാക്കിലേക്കുള്ള ബോളുകൾ അത് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് ഹേസൂസിന് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വൺ ടച്ച് പാസുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. അതിനും ഈ പറഞ്ഞ പോലെ ഒരൊറ്റ സപ്പോർട്ട്, പ്രത്യേകിച്ചും ഹേസൂസിനൊപ്പം ഈ ഒരു മാച്ചിൽ അടുത്ത് കളിച്ചത് ദാനിഷ് ഫാറൂഖാണ്. അതിന് പകരം ലൂണ ആയിരുന്നെങ്കിൽ ആ വൺ ടച്ച് പാസുകൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അറ്റാക്കിംഗ് തേടിൽ വരുമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള പെപ്രയാണ്. പലർക്കും ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻക്ലൂഷനെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഐറ്റംസ് അദ്ദേഹം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് ഇതിൽ കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വന്നിട്ട് ആ എഫേർട്ട് ഇടുന്ന കാര്യമാണെങ്കിലും ഒന്നും കാണാതെ കരോൾസ്കിൻകിസ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യില്ല എന്നുള്ളത് ഇവിടെ അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ഓഫ് ഷോട്ട് അത് കഴിഞ്ഞ സീസണിലും നമ്മൾ അതിൻ്റെ ഗോളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നാണ് എവിടെ നിന്നൊക്കെ ഒരു ഷോട്ട് വന്ന് അത് ഗോളിലേക്ക് കയറുന്നത്. ആ സംഭവം നമുക്ക് ഈ ഒരു മാച്ചിൽ
വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതാണ് നമ്മുടെ ഒരു വിജയ ഗോളായിട്ട് മാറിയിട്ടുള്ളത്. സോ പെപ്ര എന്ന് പറയുന്ന പ്ലെയർ നമുക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ വായടപ്പിക്കാനുള്ള ഒരു പെർഫോമൻസിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പകരക്കാരായിട്ട് വന്നിട്ടുള്ള എയ്മനും അസറും ടീമിന് വേണ്ട കോൺട്രിബ്യൂഷൻ തന്നതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ടോട്ടലി എവിടേക്കോ ഇനിയും സെറ്റ് ആവാനുള്ള ഒന്ന് ഒത്തിണങ്ങി വന്ന് രണ്ടാമത്തെ മാച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ മാച്ചിൽ തന്നെ വിന്നിംഗ് പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ബോണസാണ്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ എവിടേക്കോ ഉണ്ട്, മിസ് പാസുകൾ ഇപ്പോഴും ഉണ്ട്. ടോട്ടലി ഒരു മാച്ച് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഷോട്ടുകളിൽ 2 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റ്. ആ 2 ഗോളായി മാറിയിട്ടുണ്ട്. സോ കൂടുതൽ അറ്റാക്കിലേക്കുള്ള പന്തുകൾ വരണം. ആ പന്തുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ടാർഗറ്റിലേക്കെങ്കിലും വരുന്ന രീതിയിൽ ആ പാസുകൾ മാറണം. ചില സമയത്ത് ആ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ 2 പ്ലേയേഴ്സ് ഒരുമിച്ച് ഒരു പോസ്റ്റിൽ വരുന്നു. അത്തരത്തിലുള്ള തുടക്കത്തിൻ്റെതായുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മാച്ചിലും ഉണ്ട്. അത് നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷെ അതൊക്കെ രണ്ടാമത്തെ മാച്ച് ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ബെറ്ററായി വരുന്നതാണ്. പല ടീമുകളും പല ടോപ്പ് ടീമുകളും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രോഗ്രസ് എന്ന രീതിയിൽ കഴിഞ്ഞ മാച്ചിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രസ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് അതൊന്നും എടുത്തു പറയാത്തത് പ്രശ്നമായിട്ട്. സോ എന്തായാലും അവസാനം ഒരു വിജയം. ഇവിടെയും അനാവശ്യമായ ഒരു ഗോൾ വഴങ്ങി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ വിന്നിംഗ് പോയിന്റ്, ആദ്യത്തെ 3 പോയിന്റ് ഈ ഒരു ടീമിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒരു പുതിയ ടീം എന്ന രീതിയിൽ കോച്ചും ആ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. സോ ഈ കോൺഫിഡൻസിൽ പിടിച്ച് ഇനി അടുത്ത മാച്ചിൽ ബെറ്ററായി ഒരു പ്രോഗ്രസ് ഈ പറഞ്ഞ പോലെ ഈ ഗ്രാഫിന് താഴേക്ക് പോകാതെ മുകളിലേക്ക് വരുന്ന രീതിയിൽ മികച്ച രീതിയിലൊക്കെയുള്ള പെർഫോമൻസിലേക്കും പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ കോർഡിനേഷൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സെറ്റ് ടീമായിട്ട് ഇനി വരുന്ന മാച്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു മാച്ചിൽ ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളോ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.